നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സമരവുമായി എംഎൽഎമാരായ സനീഷ് കുമാർ ജോസഫ്, KM അഷ്റഫ് എന്നിവരാണ് സത്യഗ്രഹ സമരം നടത്തുന്നത്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെറ്റുകാരെ സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി. പീച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരെയും ഹോട്ടൽ ഉടമയുടെ മകനെയും മർദ്ദിച്ച സംഭവത്തിൽ പീച്ചി മുൻ SIയും കടവന്ത്ര SHOയുമായ PM രതീഷിനെ സസ്പെൻഡ് ചെയ്തു. ദക്ഷിണ മേഖല IG ആണ് സസ്പെൻഡ് ചെയ്തത്. മണ്ണത്തീടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചയിലേക്ക് മാറ്റി. ജനങ്ങളെ പരീക്ഷിക്കരുതെന്ന് ഹൈക്കോടതി. പന്നിയങ്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. തൃശൂർ പുഴയ്ക്കൽ പാലം ഒക്ടോബർ 2-ാം വാരം തുറക്കും. കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ SFI ABVP തർക്കം. കോളേജ് വരാന്തയിലെ പെയിന്റ് ചെയ്ത സ്ഥലങ്ങളിൽ ABVP എന്ന് എഴുതിയതാണ് തർക്കത്തിനിടയാക്കിയത്. സംസ്ഥാനത്തെ കാർഷിക മുന്നേറ്റത്തിന് കരുത്തായി ഗ്രീൻ ആർമിയുടെ യന്ത്രവൽകൃത നാറ്റടികൾ. വിണാലൂർ തിരുത്തിപ്പറമ്പിൽ ഗ്രീൻ ആർമി വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന നാറ്റടികളാണ് ജനശ്രദ്ധ നേടുന്നത്. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിന് മുന്നിൽ MLAമാരായ സനീഷ് കുമാർ ജോസഫും KM അഷ്റഫും സത്യഗ്രഹം തുടങ്ങി. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമങ്ങൾക്കെതിരായ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ 2.5 മണിക്കൂറാണ് നിയമസഭയിൽ ചർച്ച നടന്നത്. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞു. തനിക്ക് മർദ്ദനമേറ്റത് സ്റ്റാലിന്റെ റഷ്യയിലല്ല, നെഹ്റുവിന്റെ ഇന്ത്യയിലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. പോലീസ് വലിയ സേനയാണ്. ഏതാനും ചിലർ തെറ്റ് ചെയ്താൽ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. പുതിയ സമീപനം ഉൾക്കൊള്ളാത്തവർ സേനയിലുണ്ടെന്നും മുഖ്യമന്ത്രി സമ്മതിച്ചു. കുറ്റം ചെയ്ത 108 പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. രാജ്യത്തെ മികച്ച സേനയാണ് കേരള പോലീസ്. ഒരു സംഭവം ചൂണ്ടിക്കാണിച്ച് സേനയാകെ മോശമാണെന്ന് പറയാൻ കഴിയില്ല. ഏറ്റവും അഴിമതി കുറഞ്ഞ സേനയാണ് കേരള പോലീസെന്നും മുഖ്യമന്ത്രി പ്രതിരോധം തീർത്തു. പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചാൽ ആ തെറ്റായ കാര്യങ്ങൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് സമീപനം. അതിൽ പിരിച്ചുവിടലടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് കുറ്റത്തിന്റെ കാഠിന്യമനുസരിച്ച് ഇനിയും അതേ സമീപനം തന്നെ തുറന്നു പോവുകയാണ് ചെയ്യുക. കുന്നംകുളം സംഭവത്തിൽ സുജിത്തിന്റെ പരാതിയിൽ ആദ്യം തന്നെ നടപടിയെടുത്തെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. 2023 SIയെയും 4 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റി. പിന്നീട് വകുപ്പുതല അന്വേഷണം നടത്തി 3 പേരുടെ വേതന വർധനവ് തടഞ്ഞു. ഇപ്പോൾ IGയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വകുപ്പുതല അന്വേഷണം നടക്കുകയാണെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. സുജിത്ത് 11 കേസുകളിൽ പ്രതിയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കുന്നംകുളം പീച്ചി പേരൂർക്കട സംഭവങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു. മുഖ്യമന്ത്രി സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ നേരിടും. ഇത് ജനാധിപത്യ കേരളമാണ്. എല്ലാ വൃത്തികേടുകൾക്കും പോലീസ് കൂട്ടുനിൽക്കുന്നു. ഏരിയ സെക്രട്ടറിയെയും ജില്ലാ സെക്രട്ടറിയെയും പോലീസിന് പേടിയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. കുന്നംകുളം കേസിൽ ആ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞിനോട് ഇത്രയും ക്രൂരമായി ചെയ്ത അവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നത് വരെ സാർ ഞങ്ങൾ ഈ സമരം തുടരും. ന്യൂസ് ഡെസ്ക് TCV. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ നിയമസഭയിൽ നടന്ന ചർച്ചയിൽ നിറഞ്ഞുനിന്നത് കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം. അടിയന്തര പ്രമേയം അവതരിപ്പിച്ച റോജി M. ജോൺ പീച്ചി പോലീസ് സ്റ്റേഷനിൽ നടന്ന മർദ്ദനവും പരാമർശിച്ചു. എന്നാൽ കുന്നംകുളം സംഭവം പഴയതാണെന്നും പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും ഭരണപക്ഷ MLA സേവ്യർ ചിറ്റിലപ്പള്ളി പ്രതിരോധം തീർത്തു. പോലീസ് ക്ലബിലെ പഞ്ചിംഗ് ബാഗിലിടിക്കുന്ന ലാഘവത്തോടെ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർ കേരളത്തിലെ പോലീസ് സേനയ്ക്കാകെ അപമാനമാണെന്ന് റോജി M. ജോൺ പറഞ്ഞു. ഇപ്പോൾ ഇവരെ സസ്പെൻഡ് ചെയ്തത് ജാളിത മറയ്ക്കാനാണ്. ഇത്തരക്കാരെ പിരിച്ചുവിടണമെന്നും റോജി M. ജോൺ ആവശ്യപ്പെട്ടു. CCTVക്ക് മുന്നിൽ പോലീസ് പണം എണ്ണി വാങ്ങുകയാണെന്ന് പീച്ചി സ്റ്റേഷനിലെ സംഭവം പരാമർശിച്ച് റോജി പറഞ്ഞു. പണം വാങ്ങിയ SIക്ക് പ്രമോഷൻ നൽകിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു അടിയന്തര സ്വഭാവവും ഇല്ലാത്ത വിഷയമെന്നായിരുന്നു സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ പ്രതികരണം. രാഷ്ട്രീയ പ്രചരണമാണ് നടക്കുന്നത്. അതിക്രമം കാണിക്കുന്നത് UDF നയങ്ങളിൽ ആകൃഷ്ടരായ പോലീസുകാരെന്നും സേവ്യർ ചിറ്റിലപ്പള്ളി ന്യായീകരിച്ചു. എന്ത് ചെയ്താലും സംരക്ഷിക്കുമെന്ന വിശ്വാസമാണ് പോലീസിനെന്ന് അനൂപ് ജേക്കബ് കുറ്റപ്പെടുത്തി. ഇടതുമുന്നണിയുടെ പോലീസ് നയം ജനപക്ഷമാണെന്ന് E. ചന്ദ്രശേഖരൻ പറഞ്ഞു. നല്ല ചെവി കണ്ടാൽ അടിക്കുന്ന ENT സ്പെഷ്യലിസ്റ്റുകളാണ് ഇപ്പോഴത്തെ പോലീസെന്ന് N. ഷംസുദ്ദീൻ രൂക്ഷ വിമർശനമുയർത്തി. പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ പോയാൽ ആംബുലൻസിൽ തിരിച്ചു വരുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്ന് KK രമ പറഞ്ഞു. ജനമൈത്രി സ്റ്റേഷനുകൾ കൊലമൈത്രി സ്റ്റേഷനുകളായെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്
TCV. കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. മനുഷ്യാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് സുജിത്ത് പൊതു താൽപര്യ ഹർജി നൽകിയത്. പോലീസ് സ്റ്റേഷനുകളിൽ CCTV പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. മനുഷ്യാവകാശ കോടതികളുടെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചും റിപ്പോർട്ട് നൽകണം. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. സുജിത്തും മനുഷ്യാവകാശ പ്രവർത്തകരുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെതിരെ CPM ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ നടത്തിയ പരാമർശത്തിന് മറുപടിയുമായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. പരാമർശം അപലപനീയവും പ്രതിഷേധാർഹവുമാണ്. പൊതുവെ സൗമ്യനായിരുന്ന അബ്ദുൽ ഖാദർ ഇപ്പോൾ പിണറായി വിജയന് പഠിക്കാൻ തുടങ്ങി. ഇതാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലും അവഹേളിക്കുന്ന തരത്തിൽ ഇത്തരമൊരു പരാമർശം നടത്തിയത്. ഒരു തരം ഹോബിയാണിത്. പാർട്ടിക്കും സർക്കാരിനും പോലീസിനുമെതിരായി ഉയർന്ന സാമ്പത്തിക ക്രമക്കേട്, കസ്റ്റഡി മർദ്ദനം എന്നിവ മൂടിവെക്കാനാണ് ശ്രമമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇവരുടെ പാർട്ടിയിലെ രീതികളാണ് പുറത്ത് വിളിച്ചു പറയുന്നത്. ഞങ്ങളൊക്കെ ജയിലിൽ പോയി കാണുന്നത്, പ്രതികളെ കാണുന്നത് റിമാൻഡിൽ കഴിയുന്ന രാഷ്ട്രീയമായി കേസുകളിൽപ്പെട്ടവരെയാണ്. ഇവർ കാണുന്നത് 51 വെട്ടുവെട്ടിയവരെയാണ്. അതിൻ്റെ ഒരു വ്യത്യാസമാവാം. രാഷ്ട്രീയമായി മുഖ്യമന്ത്രി മുതൽ താഴെയുള്ളവരെ വരെ അവരുടെ ഭാഗത്തെടുത്താൽ ആർക്കാണ് കേസുകളില്ലാത്തത്? പലരും അതിൽ കൊലക്കേസുകളിൽ പോലും പ്രതികളായിട്ടുള്ളവരുണ്ട്. പക്ഷെ രാഷ്ട്രീയമായുള്ള കേസുകൾ അതൊരു പ്രത്യേക കേസുകളാണ്. അത് അതേ രീതിയിൽ തന്നെ നോക്കിക്കാണും. അത് വളരെ വില കുറഞ്ഞ രീതിയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെ എന്നൊക്കെ പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. എന്തായാലും തികച്ചും ഇത് ഒരു അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല CPM നേതാക്കൾക്കെതിരെ ഉയർന്നു വന്ന സാമ്പത്തിക ക്രമക്കേടുകൾ അത് മൂടിവെക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ ഇതൊക്കെ മൂടിവെക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇത് പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയ കേസുകൾക്കപ്പുറം ഒരു തരത്തിലുള്ള ക്രിമിനൽ കേസുകളും സുജിത്തിനെതിരെ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ അറസ്റ്റിലായ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള 5 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ബുധനാഴ്ച വിധി പറയും. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. അലോഷ്യസ് സേവ്യറിന് പുറമെ സംസ്ഥാന ഭാരവാഹികളായ ആസിഫ് മുഹമ്മദ്, അജ്മൽ പട്ടേരി, നിഹാൽ റഹ്മാൻ, അൻസാർ മുഹമ്മദ് എന്നിവരാണ് കേസിലെ പ്രതികൾ. SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികളായ ഗണേഷ് ആറ്റൂരിന്റെയും മറ്റ് 2 പ്രതികളുടെയും ജാമ്യാപേക്ഷയിലും കോടതി ബുധനാഴ്ച വിധി പറയും. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്കെതിരെ പോലീസ് അക്രമം കാണിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് മാള പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. സമരക്കാർ ബാരിക്കേഡിന് മുകളിൽ കയറി പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. സമരക്കാർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷനായി. ഔസേപ്പച്ചൻ ജോസ്, NS വിജയൻ എന്നിവർ സംസാരിച്ചു. അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിലേക്കും ഞങ്ങളുടെ സമരം വ്യാപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പീച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കടവന്ത്ര SHO PM രതീഷിനെ സസ്പെൻഡ് ചെയ്തു. ദക്ഷിണ മേഖല IG S ശ്യാം സുന്ദറാണ് രതീഷിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. പീച്ചി SI ആയിരിക്കെയാണ് രതീഷ് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചത്. വകുപ്പുതല അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. സംഭവത്തിൽ രതീഷിന് നേരത്തെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല. മറുപടി ലഭിക്കും വരെ കാത്തിരിക്കേണ്ടതില്ലെന്ന ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നത്. പോലീസ് മർദ്ദനത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. 2023 മെയ്യിലാണ് ഹോട്ടൽ ഉടമയായ KP ഔസേപ്പിനും മകനും ജീവനക്കാർക്കും പീച്ചി സ്റ്റേഷനിൽ മർദ്ദനമേറ്റത്. ഹോട്ടലിലെ ബിരിയാണിയെ ചൊല്ലി പാലക്കാട് സ്വദേശിയുമായി ഉണ്ടായ തർക്കത്തിന് പിന്നാലെയായിരുന്നു ഇത്. പരാതി പറയാനെത്തിയ ഹോട്ടൽ മാനേജറെയും ഡ്രൈവറെയും അന്നത്തെ പീച്ചി സ്റ്റേഷൻ SI ആയിരുന്ന രതീഷ് മുഖത്തടിക്കുകയായിരുന്നു. പിന്നാലെ വിവരമറിഞ്ഞെത്തിയ ഔസേപ്പിനെയും മകനെയും രതീഷ് ഭീഷണിപ്പെടുത്തി. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾക്കായി ഔസേപ്പ് ശ്രമം നടത്തിയിരുന്നെങ്കിലും പോലീസ് നൽകാൻ കൂട്ടാക്കിയിരുന്നില്ല.
വിവരാവകാശ നിയമപ്രകാരം നടത്തിയ നിയമപോരാട്ടങ്ങൾക്കൊടുവിലാണ് ഔസേപ്പിന് ദൃശ്യങ്ങൾ ലഭ്യമായത്. TCV തൃശൂർ. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വാർത്തകൾ തുടരുന്നു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത പാലിയേക്കരയിലെ ടോൾ പിരിക്കുന്നതിനുള്ള വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞ കോടതി ദേശീയപാത അതോറിറ്റിയുടെ ഹർജി പരിഗണിക്കുന്നതിനായി വ്യാഴാഴ്ചയിലേക്ക് മാറ്റി. ടോൾ പിരിവ് വീണ്ടും ആരംഭിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചത്. കഴിഞ്ഞ ഒരു മാസമായി ടോൾ പിരിവ് മുടങ്ങിയതിനാൽ വലിയ നഷ്ടമാണ് നേരിടുന്നതെന്ന് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഗതാഗത കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ദേശീയപാതയിൽ 18 ഇടങ്ങളിലാണ് പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നത്. ഇതിൽ 13 സ്ഥലത്തെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് നിസാരമായി എടുക്കരുതെന്നും ജനങ്ങളെ പരീക്ഷിക്കരുതെന്നും കോടതി തുറന്നടിച്ചു. കളക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ച് മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിശദമായ പുതിയ റിപ്പോർട്ടിന് കൂടുതൽ സമയം വേണമെന്ന് കളക്ടർ അറിയിച്ചു. പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞ കോടതി ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കാനായി മാറ്റി. ന്യൂസ് ഡെസ്ക് TCV. പന്നിയങ്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. സംസ്ഥാന സർക്കാരിനോട് അടുത്ത ബുധനാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കോടതി ഉത്തരവിട്ടു. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ 3 മേൽപ്പാല നിർമ്മാണം നടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്ക് തുടരുകയാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. KSTP റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി നടന്നുവരുന്ന തൃശൂർ കുറ്റിപ്പുറം കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് പ്രവർത്തികളുടെ പുരോഗതി കോർഡിനേഷൻ കമ്മിറ്റി യോഗം വിലയിരുത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡിസംബർ മാസത്തിനകം തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ പ്രവർത്തികൾ പൂർത്തിയാക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശിച്ചു. പുഴയ്ക്കൽ പാലത്തിന്റെ പണി പൂർത്തിയാക്കി ഒക്ടോബർ 2ാം വാരം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് KSTP അധികൃതർ അറിയിച്ചു. യോഗത്തിൽ സബ് കളക്ടർ അഖിൽ V. മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ SFI ABVP തർക്കം. കോളേജ് വരാന്തയിലെ പെയിന്റ് ചെയ്ത സ്ഥലങ്ങളിൽ ABVP എന്ന് എഴുതിയതാണ് തർക്കത്തിന് ഇടയാക്കിയത്. കോളേജ് വരാന്ത വൃത്തിയാക്കുന്നതിനായി SFI പ്രവർത്തകർ പെയിന്റ് ചെയ്തിരുന്നു. എന്നാൽ ABVP പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തു. പോലീസ് സ്ഥലത്തെത്തി ഇരുവിഭാഗത്തിലും പെട്ട വിദ്യാർത്ഥികളോടും കോളേജിനുള്ളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പേരും എഴുത്തുകളും വേണ്ട എന്ന് നിർദ്ദേശം നൽകി. ഇത് ഇരുകൂട്ടരും സമ്മതിച്ചു. പോലീസ് പോയതിനു ശേഷം SFI വിദ്യാർത്ഥികൾ വരാന്ത മുഴുവൻ വെള്ള പെയിന്റ് അടിച്ചു. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ പെയിന്റ് ചെയ്ത സ്ഥലങ്ങളിൽ ABVP പ്രവർത്തകർ സംഘടനയുടെ പേരെഴുതി വയ്ക്കുകയായിരുന്നു. ഇതോടെ SFI ABVP വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായി. കോളേജ് SFI പ്രവർത്തകർ പെയിന്റ് ചെയ്യേണ്ടതില്ലെന്നും ദേവസ്വം ബോർഡ് ആളെ നിർത്തി ചെയ്യിച്ചാൽ മതിയെന്നും ABVP പറഞ്ഞു. വിവരമറിഞ്ഞ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. പോലീസ് നിർദ്ദേശം ലംഘിച്ച് SFI പ്രവർത്തകർ ചുമരിൽ പെയിന്റ് ചെയ്യുകയും ABVPയുടെ പേര് മായ്ക്കുകയും ചെയ്തതാണ് തർക്കത്തിനിടയാക്കിയതെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ പറഞ്ഞു. TCV ന്യൂസ് കുന്നംകുളം. സംസ്ഥാനത്തെ കാർഷിക മുന്നേറ്റത്തിന് കരുത്തായി ഗ്രീൻ ആർമിയുടെ യന്ത്രവൽകൃത നാറ്റടികൾ. മിണാലൂർ തിരുത്തിപ്പറമ്പിൽ ഗ്രീൻ ആർമി വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന നാറ്റടികളാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും വലിയ ജനശ്രദ്ധ നേടുന്നത്. കാർഷിക രംഗത്ത് പുതുവിപ്ലവം രചിച്ച പദ്ധതിയെക്കുറിച്ച് അറിയാനും പഠനം നടത്താനും നിരവധി പേരാണ് ഗ്രീൻ ആർമിയെ തേടിയെത്തുന്നത്.
വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കർഷകരും കൃഷി ഓഫീസർമാരും ഉൾപ്പെടെയുള്ള സംഘം തിരുത്തിപ്പറമ്പിലും സമീപ പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണാനും പഠനം നടത്താനും എത്തി. പുനരുപയോഗിക്കാവുന്ന പ്രത്യേകം തയ്യാറാക്കിയ ട്രേകളിൽ വിളയിക്കുന്ന നെൽച്ചെടികൾ വീട്ടുമുറ്റത്തോ ടെറസിലോ എവിടെ വേണമെങ്കിലും ഒരുക്കിയെടുക്കാം. കാലാവസ്ഥാ വ്യതിയാനവും പ്രളയസാധ്യതയും യന്ത്രവൽകൃത ഞാറ്റടി ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കില്ല എന്നതും പ്രത്യേകതയാണ്. തിരുത്തിപ്പറമ്പിലെ ഗ്രീൻ ആർമി ആസ്ഥാനത്തും തൊട്ടടുത്തെ വീട്ടുമുറ്റങ്ങളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലുമെല്ലാം ആയിരക്കണക്കിന് ഞാറ്റടി ട്രേകൾ നിറഞ്ഞു കഴിഞ്ഞു. ഒറ്റത്തവണ 350 ഏക്കറിലധികം സ്ഥലത്ത് വിളയിക്കാനുള്ള ഞാറ്റടി ട്രേകൾ ഒരുക്കുന്ന സംസ്ഥാനത്തെ തന്നെ ഏക നഴ്സറി ഗ്രീൻ ആർമിയുടേതാണെന്നും ഇവർ അവകാശപ്പെടുന്നു. ഗ്രീൻ ആർമി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ ഞാറ്റടി തയ്യാറാക്കൽ, വിള പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. മുൻ ജില്ലാ കൃഷി ഓഫീസർ ജോസ് വർഗീസ്, റിട്ടയേർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മനോജ്, സുഭാഷ് ബോസ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ഗ്രീൻ ആർമി കോർഡിനേറ്റർ MR അനൂപ് കിഷോർ, പ്രസിഡന്റ് PR അരവിന്ദാക്ഷൻ എന്നിവർ നേതൃത്വം നൽകി. TCV വടക്കാഞ്ചേരി. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷം, ഒരാൾക്ക് പരിക്കേറ്റു. പാലപ്പെട്ടി അൽഫാസ ആംബുലൻസ് ഡ്രൈവർ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. മുസ്തഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് ഡ്രൈവർ നിസാറാണ് ആക്രമിച്ചതെന്ന് ഹനീഫ പറഞ്ഞു. പരിക്കേറ്റ ഹനീഫയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണമുണ്ടായത്. സംഘർഷ സമയത്ത് 2 ആംബുലൻസുകളിലും രോഗികൾ ഉണ്ടായിരുന്നതായി പറയുന്നു. പുള്ള് മനക്കൊടി പാടത്ത് മധ്യവയസ്കനെ വെള്ളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പൂത്തോൾ സ്വദേശി മാടമ്പി വീട്ടിൽ 62 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. വടക്കേ പുള്ള് പാലത്തിന് പടിഞ്ഞാറ് അന്തിക്കാട് പടവിന് സമീപം KLDC കനാലിൽ ബണ്ടിനോട് ചേർന്ന് വെള്ളത്തിൽ വീണ് കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നാട്ടികയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്തിൽ ആക്രമണം നടത്തിയ സംഭവത്തിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുവിൽ ചിറക്കൽ സ്വദേശി പരേക്കാട്ടിൽ വിഷ്ണു, പുത്തഞ്ചിറ പുളിയിലക്കുന്ന് സ്വദേശി നെടുമ്പുരയ്ക്കൽ മുഹമ്മദ് ഷാഫി എന്നിവരാണ് അറസ്റ്റിലായത്. കോണത്തുകുന്ന് സ്വദേശികളായ ആലുക്കത്തറ വീട്ടിൽ പ്രകാശൻ, ബന്ധുക്കളായ ഷാൻ, ലോഹിതാക്ഷൻ എന്നിവരെ ആക്രമിച്ച സംഭവത്തിലാണ് നടപടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നതെന്ന് ഫ്രാൻസിസ് ജോർജ് MP. ജനമൈത്രി പോലീസ് എന്നത് പേര് മാത്രമായി ചുരുങ്ങിയെന്നും അദ്ദേഹം പാവറട്ടിയിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP പോളി, ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, ജില്ലാ സെക്രട്ടറി NJ ലിയോ, PJ ജോസ്, CK തോബിയാസ് തുടങ്ങിയവരും ഫ്രാൻസിസ് ജോർജിനൊപ്പം ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ നടക്കുകയാണ്, മനുഷ്യാവകാശ ലംഘനം നടക്കുകയാണ്. ഇത് വളരെ കൃത്യമായിട്ടുള്ള മാർഗരേഖ സുപ്രീം കോടതിയിൽ നിന്നും അതുപോലെ തന്നെ ദേശീയ തലത്തിലും എല്ലാം ഉള്ളതാണ്. നമ്മളിവിടെ ജനമൈത്രി പോലീസ് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു മൈത്രി ഇല്ല എന്ന് മാത്രമല്ല, ജനവിരുദ്ധതയുടെ അങ്ങേയറ്റമാണ് ഇന്ന് പോലീസും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. ഞങ്ങളാരും ഇതിൽ കാര്യമായിട്ട് അത്ഭുതപ്പെടുന്നില്ല. കാരണം കേരളത്തിൻ്റെ ഈ പോലീസ് വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ ഇതിനെല്ലാം പരോക്ഷമായും പ്രത്യക്ഷമായും ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളും പ്രസ്താവനകളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയപാത ആമ്പല്ലൂരിൽ അടിഞ്ഞുകൂടിയ മണ്ണ് അപകട ഭീഷണിയാകുന്നു. ശ്രീലക്ഷ്മി തിയേറ്റർ മുതൽ KSRTC സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്താണ് മൺതിട്ട രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുമൂലം ഇരുചക്ര വാഹനങ്ങൾ തെന്നിമറിഞ്ഞ് അപകടങ്ങൾ പതിവായിരിക്കുകയാണ്.
ടോൾ പിരിവ് നിർത്തിവെച്ചതോടെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ടോൾ കമ്പനി നിർത്തിവച്ചിരിക്കുകയാണ്. ദേശീയപാത അതോറിറ്റി മണ്ണ് നീക്കം ചെയ്ത് സുരക്ഷിത യാത്ര ഒരുക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. നടത്തറ പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇടതു ഭരണസമിതിയുടെ അഴിമതിക്കും 1.62 കോടി രൂപ സഹകരണ ബാങ്കിലിട്ട് കൊള്ളയടിച്ച നടപടിക്കുമെതിരെ നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഉപരോധ സമരം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷത വഹിച്ചു. DCC അംഗം KC അഭിലാഷ്, DCC സെക്രട്ടറിമാരായ ML ബേബി, TM രാജീവ്, പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എന്താണ് സംഭാഷണം? എവിടെ നിന്ന് വന്നു? വരന്തരപ്പള്ളി വേലുപാടത്ത് സ്വകാര്യ വ്യക്തിയുടെ വഴി കയ്യേറി KSCB അധികൃതർ വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ചതായി പരാതി. വേലുപാടം മഠം സ്വദേശി പെരുവാൻകുഴിയിൽ സൂപ്പിയുടെ ഉടമസ്ഥതയിലുള്ള വഴിയിലാണ് അനുവാദം ചോദിക്കാതെ പോസ്റ്റ് സ്ഥാപിച്ചത്. സൂപ്പിയുടെ പറമ്പിലേക്കുള്ള വഴിയിൽ പോസ്റ്റ് സ്ഥാപിച്ചതോടെ നടക്കാൻ കഴിയാത്ത സ്ഥിതിയായെന്ന് സ്ഥലയുടമ പറഞ്ഞു. 60 സെന്റ് വരുന്ന പറമ്പിലേക്കുള്ള ഏക മാർഗമാണ് ഈ വഴി. തന്റെ അനുവാദമില്ലാതെ വഴിയിൽ സ്ഥാപിച്ച പോസ്റ്റ് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സൂപ്പി വരന്തരപ്പള്ളി KSCB അധികൃതർക്ക് പരാതി നൽകി. 60 സെന്റ് ഭൂമിയുണ്ട്. ഈ 60 സെന്റ് റബ്ബറിലേക്ക് പോകാനുള്ള ഈ 2 കോൽ വഴിയാണിത്. ഈ വഴിയിൽ എൻ്റെ അനുവാദമില്ലാതെയാണ് KSCBയിലെ AEയുടെ നിർദ്ദേശപ്രകാരം എന്ന കരാർ ജീവനക്കാർ വന്ന് ഈ 2 പോട്ടിട്ടിരിക്കുന്നത്. 3-4 കുഴികളും കുഴിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു കുട്ടുകോല് കൊണ്ടുപോകാനോ വളം കൊണ്ടുപോകാനോ വേറൊരു വണ്ടി പോകാനോ എടുക്കുന്ന സൗകര്യമില്ല. ആകെയുള്ള ഈ ചവിട്ടുവഴിയാണ്. ഈ ചവിട്ടുവഴി ഈ പോസ്റ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ കൂടിയുള്ള നടത്തവും എല്ലാം ദുഷ്കരമായിരിക്കും. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖാന്തരം കൂടൽമാണിക്യം ദേവസ്വം കഴകക്കാരനായി നിയമനം ലഭിച്ച KS അനുരാഗിനെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ നടപടി സ്വീകരിച്ച ക്ഷേത്ര ഭരണസമിതിയെ അഭിനന്ദിക്കുന്നതായി മന്ത്രി R ബിന്ദു പറഞ്ഞു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയുള്ള നിയമനത്തിൽ കോടതി നടത്തിയ ഇടപെടൽ ഭരണഘടനയുടെ ഊർജ്ജ സ്രോതസ്സായ സാമൂഹ്യനീതിയും സമഭാവനയും സംബന്ധിച്ച ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് രേഖപ്പെടുത്തി ക്ഷേത്രം തന്ത്രിമാർ ക്ഷേത്ര ഭരണസമിതിക്ക് കത്ത് നൽകിയെന്നത് ഖേദകരമാണെന്നും മന്ത്രി പറഞ്ഞു. പൂച്ചയെ പിടിക്കാൻ വൈദ്യുതി പോസ്റ്റിന് മുകളിൽ കയറിയ പെരുമ്പാമ്പ് 2.5 മണിക്കൂറോളം നാട്ടുകാരെ വട്ടം കറക്കി. ഗുരുവായൂർ തമ്പുരാൻപടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ഒരു പാമ്പ് കാരണം നാട്ടുകാരാണ് പുലിവാൽ പിടിച്ചത്. പൂച്ചയെ പിടിക്കാൻ കയറിയ പെരുമ്പാമ്പ് വൈദ്യുതി ലൈനിനടുത്ത് എത്തിയപ്പോഴേക്കും നാട്ടുകാർ KSCBയിൽ വിവരമറിയിച്ചു. തുടർന്ന് ജീവനക്കാർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പോസ്റ്റിന് ഏറ്റവും മുകളിൽ കയറി 11 kV ലൈനിലൂടെ പാമ്പ് ചുറ്റിവരിഞ്ഞു. വന്യമൃഗങ്ങളെ പിടികൂടുന്നതിൽ വിദഗ്ധനായ പ്രബീഷ് ഗുരുവായൂർ കോണി ഉപയോഗിച്ച് പോസ്റ്റിന് മുകളിൽ കയറി. പാമ്പ് ആക്രമണ സ്വഭാവം കാണിച്ചതോടെ പ്രബീഷ് താഴെ ഇറങ്ങി തോട്ടി ഉപയോഗിച്ച് പാമ്പിനെ വലിച്ചു താഴെയിട്ടു. വൈദ്യുതി കമ്പിയിൽ ചുറ്റി വലിഞ്ഞിരുന്നതിനാൽ ഏറെ പാടുപെട്ടാണ് പാമ്പിനെ പിടികൂടാനായത്. അതുവരെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം നിലച്ചു. 2 മണിക്കൂറോളം ഗതാഗതവും സ്തംഭിച്ചു. വിവരമറിഞ്ഞ് 100 കണക്കിന് പേരാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത്. പ്രദേശത്തെ വീട്ടുമുറ്റത്തെ മരത്തിൽ നിന്ന് മറ്റൊരു പെരുമ്പാമ്പിനെയും പ്രബീഷ് പിടികൂടി. 2 പാമ്പുകൾക്കും 6 അടിയോളം നീളമുണ്ടായിരുന്നു. ഇവയെ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. TCV ന്യൂസ്, ഗുരുവായൂർ. വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് അമ്പലപ്പാറ കടമ്പൂർ കല്ലിങ്ങൽ വീട്ടിൽ നിതിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി CL ഷാജു, ASI പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ താവൂസ് കയറ്റത്ത് ചരക്ക് ലോറി പിന്നിലേക്കിറങ്ങി ഡിവൈഡറിൽ ഇടിച്ച് അപകടം. തൂത്തുക്കുടിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് ചരക്കുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവ സമയത്ത് പിന്നിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. അഷ്ടമിച്ചിറ വിശ്വകർമ്മ സമാജം പൊതുയോഗവും വിശ്വകർമ്മ ജയന്തി ആഘോഷവും ബുധനാഴ്ച നടക്കും. ആരതി വെഡിംഗ് വില്ലേജിലാണ് പരിപാടി. സംവിധായകൻ മേജർ രവി ഉദ്ഘാടനം ചെയ്യുമെന്ന് സമാജം പ്രസിഡന്റ് PV അയ്യപ്പൻ, CG സന്തോഷ്, PM പ്രഭാകരൻ, PK ജയൻ തുടങ്ങിയവർ അറിയിച്ചു.
വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിലെ ചിഞ്ചു വളവിൽ ഭീമൻ അണലിയെ പിടികൂടി. തെക്കേപ്പുറയ്ക്കൽ ബാലകൃഷ്ണന്റെ വീടിനടുത്തുള്ള പറമ്പിൽ പുല്ല് വെട്ടിക്കൊണ്ടിരുന്ന തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. അനിമൽ റെസ്ക്യൂ പ്രവർത്തകരായ രഞ്ജിൻ, സത്യൻ എന്നിവർ ചേർന്നാണ് അണലിയെ പിടികൂടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനത്തിന്റെ ഭാഗമായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ തന്റെ 57ാമത്തെ ഓണറേറിയം തൈക്കാട്ടുശ്ശേരി വിവേകാനന്ദ സേവാ സദനത്തിന് നൽകി. സേവാകേന്ദ്രം രക്ഷാധികാരി സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി തുക ഏറ്റുവാങ്ങി. കഴിഞ്ഞ 56 മാസത്തെ ഓണറേറിയവും കിടപ്പ് രോഗികൾക്കും സന്നദ്ധ സംഘടനകൾക്കുമാണ് ഇദ്ദേഹം നൽകിയത്. കൊടുങ്ങല്ലൂരിൽ ദേശീയ പതാകയ്ക്ക് സംഘടനാ കൊടിയായി രൂപമാറ്റം. മത്സ്യത്തൊഴിലാളി തൊഴിൽ സംരക്ഷണ സംയുക്ത സമിതി കൊടുങ്ങല്ലൂരിലെ വടക്കേനടയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരവേദിയിലാണ് ദേശീയ പതാകയെ INTUCയുടെ കൊടിയാക്കി മാറ്റിയത്. ദേശീയ പതാകയിൽ മഷിക്കൊണ്ട് INTUC എന്നെഴുതി ചേർത്താണ് മറ്റ് തൊഴിലാളി സംഘടനകളുടെ കൊടികൾക്കിടയിൽ കൊടി സ്ഥാപിച്ചത്. ഏറെ സമയത്തിന് ശേഷം അബദ്ധം തിരിച്ചറിഞ്ഞവർ സമരത്തിന്റെ ഉദ്ഘാടകനായ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ പ്രസംഗിക്കുന്നതിനിടെ കൊടി അഴിച്ചുമാറ്റി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,260 രൂപ, പവന് 82,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സമരവുമായി MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, KM അഷ്റഫ് എന്നിവരാണ് സത്യഗ്രഹ സമരം നടത്തുന്നത്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെറ്റുകാരെ സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി. പീച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരെയും ഹോട്ടൽ ഉടമയുടെ മകനെയും മർദ്ദിച്ച സംഭവത്തിൽ പീച്ചി മുൻ SIയും കടവന്ത്ര SHOയുമായ PM രതീഷിനെ സസ്പെൻഡ് ചെയ്തു. ദക്ഷിണമേഖല IG-യാണ് സസ്പെൻഡ് ചെയ്തത്. മണ്ണത്തിയിടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചയിലേക്ക് മാറ്റി. ജനങ്ങളെ പരീക്ഷിക്കരുതെന്ന് ഹൈക്കോടതി. പന്നിയങ്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. തൃശൂർ പുഴയ്ക്കൽ പാലം ഒക്ടോബർ 2ാം വാരം തുറക്കും. കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ SFI ABVP തർക്കം. കോളേജ് വരാന്തയിലെ പെയിന്റ് ചെയ്ത സ്ഥലങ്ങളിൽ ABVP എന്നെഴുതിയതാണ് തർക്കത്തിനിടയാക്കിയത്. സംസ്ഥാനത്തെ കാർഷിക മുന്നേറ്റത്തിന് കരുത്തായി ഗ്രീൻ ആർമിയുടെ യന്ത്രവൽകൃത നാറ്റടികൾ. വിണാലൂർ തിരുത്തിപ്പറമ്പിൽ ഗ്രീൻ ആർമി വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന നാറ്റടികളാണ് ജനശ്രദ്ധ നേടുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.